രക്ഷപ്പെട്ട് പിന്നെ പഹൽഗാമിൽ ചുറ്റും കൊല്ലപ്പെട്ട കാണാം രാമചന്ദ്രൻ്റെ പലരും പല മകളാണ് ഡിറക്ഷനിലാണ് ഓടുന്നത്. അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു. ആ പ്രെമിസിസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് ആവുമല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ ഫ്രോസൺ ആവില്ല. അവിടെ ഷൂട്ട് ചെയ്തു, എന്തോ ചോദിക്കണു, ഷൂട്ട് ചെയ്യണു. അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നുമല്ല, ഒരൊറ്റ വേർഡാണ് ചോദിക്കണേ, കലീമ അങ്ങനെന്തോ ഒരു വേർഡ് ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു. ഇതൊക്കെ ഒരു 5 seconds. വെരി സോറി. അപ്പോഴേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ബോയ്സ്. അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ. അമ്മ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു. പിന്നെ അപ്പോൾ അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനെ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തുനിന്നും വരുന്നവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഹോഴ്സസ് റൺ ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ, ഹീസ് ഓൾസോ എ ലോക്കൽ കശ്മീരി, അവരോട് വേഗം അറിയിച്ചു. അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് പിന്നെ വിത്തിൻ ഒരു 7 minutes മിലിറ്ററി വേഗം ഓടി മേലെ കയറി പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ്പ് ദ എൽഡർലി ഹു ഫെൽ ഓഫ് ദ വേ. തെരഞ്ഞു പിടിച്ച് വരുന്നല്ല, എത്ര ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു വലിയ ഏരിയ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ കേൾക്കണത് ഒരു എൻട്രൻസ് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത്. ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെയൊന്നും അല്ല വന്നേ. എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊരു ട്രോമയിലാണല്ലോ, അവിടെ നിന്നാണ് വന്ന്. നമ്മൾ ഓടി വന്നപ്പോൾ കുറച്ച് പേര് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, കുറച്ച് പേര് അങ്ങോട്ടും പോയി കാണുമായിരിക്കും. അപ്പോൾ ഇയാൾ ആ പുറത്തെങ്ങാനും നിന്നവരായിരിക്കും. അവർ അങ്ങനെ നടന്നു വന്നു. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോൾ എൻ്റെ തലയിലൊന്ന് കുത്തി. അത് പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ വെടിവെക്കാനാണോ അതോ എന്തിനാ പേടിപ്പിക്കാനാണോ എന്ന് അറിഞ്ഞുകൂടാ. ചെയ്തപ്പോൾ എൻ്റെ മക്കളെ കരഞ്ഞുകൊണ്ട് അയാൾ വിട്ടിട്ട് പോയതാവാം. ഇല്ല, ഞങ്ങൾ അവിടെ ഒരു 2:10 എത്തിക്കാണും. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി. നമ്മൾ ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുക. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം 10 minutes കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻഡ്. അല്ല, എല്ലാവരും എനിക്കറിയില്ല. ടു ബി ക്ലിയർ, എൻ്റെ അടുത്ത് വന്ന ആൾ സൈനിക വേഷത്തിലല്ലായിരുന്നു. അതെ, ആദ്യത്തെ വെടിവെച്ച ദൂരെയായിട്ടായിരുന്നു. എന്ത് ശബ്ദം, പടക്കം പൊട്ടണ പോലത്തെ. അപ്പോൾ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള. രണ്ടാമത്തേൽ ഞാൻ തിരിഞ്ഞു നോക്കി. പിന്നെ സ്ഥലവും ഇങ്ങനെ ഓപ്പൺ ആണല്ലോ, നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കിൾസ് ഒന്നുമില്ല. അപ്പം ഞാൻ കണ്ടു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ്, അച്ഛൻ കിടക്ക് അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളൊന്നും അല്ലായിരുന്നു. അതൊന്നും എനിക്കറിയില്ല, എവിടെ നിന്നാണ് വന്നതെന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ മലയുടെ ഓടി മലയുടെ മേലെയാണ് ഇറ്റ് ഹാപ്പൻഡ്. ഓടി ഞാൻ താഴേക്ക് ഇറങ്ങി. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാവരും, കുറേ പേരുണ്ടായിരുന്നു, നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മിലിറ്ററി ഓപ്പറേഷൻ അല്ലേ. പിന്നെ രാത്രിയാണ് നമ്മളെല്ലാവരെയും ഐഡൻറ്റിഫിക്കേഷനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാ ഹിറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഡെഡാണ്, ഹീസ് നോട്ട് ഇഞ്ചേർഡ്. കാരണം അവിടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആദ്യം ഇവാക്യുവേറ്റ് ചെയ്ത്, ദാറ്റ്സ് ദ നോർമൽ പ്രൊസീജിയർ റൈറ്റ്. അപ്പോൾ രാത്രി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു എൻ്റെ അച്ഛനെ. ഞാൻ പക്ഷെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പിള്ളേരെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു 5 minutes കൂടുമ്പോൾ ഐ വാസ് ട്രൈയിങ് ടു കണക്ട് ടു മൈ ഡ്രൈവർ. ഒരു അരമണിക്കൂറും കൂടി താഴേക്ക് പോയപ്പോഴാണ് റേഞ്ചിൽ വന്നത്.